ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിജീസ് വ്ലോഗ്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇടുമ്പോൾ വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം കേട്ടോ. വീഡിയോ എടുത്ത് വെക്കും, പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കണം. നമ്മളിവിടെ വിഷു ഒക്കെ അടിച്ചു പൊളിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയാസിലൊക്കെ കുറച്ച് നാൾ മുന്നേ ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഗീ മോയ്സ്ചറൈസർ. അപ്പം ഞാനും അതൊന്ന് ട്രൈ ചെയ്തു. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരണേ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാധാരണ നെയ്യ് ഒരു 100 തവണ എങ്കിലും വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്രയും ടൈമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു തളിക എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു 2 സ്പൂണോളം, എന്നിട്ട് അതിലേക്ക് ഞാൻ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് ആ നെയ്യും തണുത്ത വെള്ളം കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെള്ളം വെച്ചിട്ട് നമ്മുടെ നെയ്യ് നന്നായിട്ട് വാഷ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. ഏകദേശം ഒരു 100 തവണയെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്നാണ്. പക്ഷെ ഞാൻ 2 സ്പൂണോളം നെയ്യല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ചെയ്യണത് നല്ല പണിയുള്ള പരിപാടിയാണ് കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് വേദനിക്കും. എനിക്കൊരു 4-5 തവണ ആയപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എത്ര തവണ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നെയ്യ് ഇതുപോലെ വാഷ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യാം. മാക്സിമം ഒരു 100 ടൈംസ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 25 തവണയെ ചെയ്തുള്ളൂ കേട്ടോ. അത്രയും തവണ തന്നെ ആയപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ബൗളിൽ നിന്ന് കൈ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈയൊക്കെ മരച്ച് വേദന എടുത്തു. പിന്നെ ഞാൻ നിർത്തി കേട്ടോ മാക്സിമം ചെയ്തത്. എങ്കിലും നല്ല പണിയാണ്. പക്ഷെ നല്ലൊരു അടിപൊളി ക്രീമി ടെക്സ്ചർ കിട്ടും കേട്ടോ. നമുക്ക് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് അത്ര യൂസ്ഫുൾ അല്ലെങ്കിലും ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ലിപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സൂപ്പർ ഓയിലി സ്കിന്നുകാർക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ ചിലർക്കിത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഒക്കെ വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഫേസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കളഞ്ഞു കേട്ടോ. സോ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ ഹോം മെയ്ഡായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് പണിയെടുക്കണം നമ്മൾ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നതിന് 1-2 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് കട്ടയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു മോയ്സ്ചറൈസറെ കുറിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു ഹോം മെയ്ഡ് മോയ്സ്ചറൈസർ തന്നെയാണ്. പിന്നെ ചിലരിൽ ഇത് പിമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ചില ഡ്രൈ സ്കിന്നുകാരിൽ പോലും സ്കിന്ന് ഓയിലി ആക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. എക്സ്ട്രാ ഓയിലി സ്കിന്നുകാർ ഇത് യൂസ് ചെയ്താൽ എന്തായാലും പിമ്പിൾസ് വരും. പിന്നെ നോർമലായിട്ടുള്ള ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരു 1-2 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ചിലരിൽ മാത്രമാണ് കേട്ടോ പിമ്പിൾസൊക്കെ വരുന്നത്. അല്ലാത്ത പക്ഷം നല്ലൊരു ക്രീമാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ചെയ്യും, ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ കാലിൻ്റെയും കൈയിൻ്റെയൊക്കെ മുട്ടിൽ ഉള്ള ഡ്രൈനെസ്സൊക്കെ ഇത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ പാദത്തിലുണ്ടാകുന്ന വിണ്ട് കീറലിന് അതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും നല്ലൊരു ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോലെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.